മുറിവിന് വലിയ ആഴമില്ല. കുറച്ച് അകലിൽ നിന്ന് വെടിവെച്ചതുണ്ടാവും. ഒരാഴ്ച എന്തായാലും സ്റ്റിച്ച് ഇടേണ്ടി വരും. പഴുക്കാതിരിക്കാൻ ആന്റിബയോട്ടിക്സ് എടുക്കാം. എവിടെ നിന്ന് പോയാലും ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഡ്രസ് ചെയ്യണം. കുഴപ്പമില്ല, ഇനി കുറച്ചു നേരം ഉറങ്ങിക്കോളും. നീ വാ വാ വരൂ. ഇവിടെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടല്ലേ? ഇത് പണ്ടൊരു ഡോക്ടറുടെ വീടായിരുന്നു. കൺസൾട്ടേഷനും അത്യാവശ്യം ചികിത്സയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം. മഹേഷ് ഇതിന് ചുറ്റുമുള്ള സ്ഥലം വാങ്ങിയതാ. ഫാം ഹൗസ് എന്ന് ഞങ്ങൾ പറയുമെങ്കിലും അതിന്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല. എനിക്ക് IMAയുടെ സെമിനാറിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇവിടെ താമസിക്കാന്ന് വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞാൽ മഹേഷ് തിരിച്ചു വരുമ്പോ കൂടെ പോവാന്ന് വിചാരിക്കാം. അതുകൊണ്ട് എനിക്ക് ആശ്വാസമായി. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എനിക്കിപ്പോ ആലോചിക്കാൻ കൂടി വയ്യ. ബുള്ളറ്റ് ഇഞ്ചുറി എന്ന് പറഞ്ഞപ്പോ ഞാനും പേടിച്ചുപോയി. പിന്നെ നിന്റെ ഒരു ആവശ്യമാണല്ലോ എന്ന് കരുതി ധൈര്യത്തിൽ വരാൻ പറഞ്ഞത്. ആ സമയത്ത് ചോദിക്കുന്നത് ഔചിത്യമല്ലല്ലോ എന്ന് കരുതി. ശരിക്കും എന്താ സംഭവിച്ചേ? ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. എന്ത് ബുദ്ധിമുട്ട് ഈ സമയത്ത്? ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന നിന്നോട് ഒളിച്ചിട്ട് എന്തിനാ? ഞാൻ പറയാം. അപ്പൊ ആ പയ്യന്റെ മരണത്തിന് കാരണം ആരാണെന്ന് കണ്ടെത്തുന്നവരെ നിനക്ക് വിക്രത്തെ ഒളിപ്പിച്ചേ പറ്റൂല്ലേ? എന്ത് ചെയ്യാനാ പ്ലാൻ? പ്ലാനൊക്കെ ഉണ്ട്. എനിക്ക് ഇന്ന് വിക്രത്തെ കൊണ്ടുപോകാൻ പറ്റും. ഇന്നും നാളെ ഇവിടെ കിടന്നോട്ടെ. അത് കഴിയുമ്പോഴേക്കും മാറ്റാൻ നോക്കിയാൽ മതി. അപ്പോഴേക്കും മുറിവിന്റെ കാര്യത്തിലും ഒരു ഭേദം ഉണ്ടാവും. ശരി, ഞാൻ ഇനി അധികം നിൽക്കുന്നില്ല. വിക്രം എഴുന്നേൽക്കുമ്പോ പറഞ്ഞാൽ മതി. നീ ചെന്നിട്ട് വിളിക്കാം. വീട്ടിൽ പറയാതെ ഇറങ്ങിയത്. എല്ലാവരും ഉണരും മുൻപ് എനിക്ക് തിരിച്ചെത്തണം. ശരി, നീ പൊയ്ക്കോ. ഞാൻ വിളിച്ചോളാം. എന്തായി ചേട്ടാ, ഒരു ലൈവ്. അവനവിടെ കണ്ടില്ലേ? ഇല്ല, വഴിയിൽ അവന്റെ ബൈക്ക് കിടക്കുന്നത് കണ്ടു. നീ ആ പരിസരത്ത് മുഴുവൻ നോക്കിയില്ലേ? നോക്കി. രാജേട്ടാ, അപ്പൊ നമ്മൾ പറഞ്ഞത് ശരിയായിരിക്കൂ. എന്താടാ? നീ പോയി കുറച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ വാസവന്റെ വണ്ടി വരുന്നതാണ്. ഇനി അതിലെങ്ങാനും വിക്രം ഉണ്ടായിരുന്നോ? വേദ പിന്നെ വിളിച്ചായിരുന്നോ? ഇല്ല, ഇപ്പൊ വിളിച്ചു നോക്കി, സ്വിച്ച് ഓഫാ. ഇനി അഥവാ വിക്രമയെ കിട്ടിയില്ലെങ്കിൽ വാസവൻ ഉറപ്പായി നമ്മളെ തേടി വരും. നമുക്ക് അറിയാന്ന് കരുതി നമ്മളെ പഞ്ഞിക്കിടുകയും ചെയ്യും. ഏതായാലും ഇവിടെ നിൽക്കണ്ട. എങ്ങോട്ട്? ശ്രീനി സാറിന്റെ അടുത്തേക്ക് പോകാം. സാറ് പറയുന്ന പോലെ ചെയ്യാം. അതായിരിക്കും ഇപ്പൊ സേഫ്. ശ്രീയേട്ടാ എന്തൊരു ഉറക്കമായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം അന്തപ്പെട്ട് ഉറങ്ങിപ്പോയി. മനസ്സിലായി. ഏത് സുഖമുള്ള വാർത്ത രാവിലെ വരുമെന്ന് പറഞ്ഞു കിടന്നതല്ലേ? ആ വാർത്തയാവും. രാവിലെ മുതൽ ഫോൺ നിർത്താതെ അടിക്കുന്നുണ്ടായിരുന്നു. ആണോ? നല്ല ഉറക്കത്തിലായിരുന്നതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. ആരായിരുന്നു? ഞാൻ നോക്കിയില്ലെന്നേ. പ്രതീക്ഷിച്ച കോള് തന്നെയാ. നിനക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? ഇനി അതിന് ചീത്ത കേൾക്കേണ്ടെന്ന് കരുതിയാ. ഹലോ, എന്തായി? അതെ, ഞാൻ അങ്ങോട്ട് വരാം. ശരി. എന്താ ശ്രീയേട്ടാ, എന്താ പ്രശ്നം? കുന്തം, നീ ഒന്ന് മാറിപ്പോയി. നിനക്കെന്താടി? അവൻ എവിടെയാണെന്ന് അറിയാത്ത ഒരു ടെൻഷനും ഇല്ലേ? എന്താ നിങ്ങൾക്കുണ്ടോ? എന്തിന്? എപ്പോഴായാലും ആ വാസവന്റെ കത്തിക്ക് മുന്നിൽ ചെന്ന് പെടാനുള്ളതല്ലേ അവൻ. അത്ര ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്തൂടെ? ഇങ്ങനെ വിളറി പിടിക്കണം. ചെയ്യും. അവനെ കുറി തൊട്ട് വെച്ചവര് അത് ചെയ്യുക തന്നെ ചെയ്യും. ആശുപത്രിയിൽ നിന്ന് കുത്തിക്കെട്ടി പുതപ്പിച്ചുകൊണ്ട് കിടത്തുമ്പോ അവസാനമായിട്ട് ചെന്ന് കാണാൻ നിനക്ക്. വിധി അതാണ് എനിക്ക് കരുതി വെച്ചതെങ്കിൽ അത് ഞാൻ നേരിട്ടോളും. പക്ഷെ അതിനു പിന്നിൽ ആരായിരുന്നാലും അവർ പിന്നെ സ്വസ്ഥമായി ഉറങ്ങില്ല. അത് വാസവനാണെങ്കിലും പണിക്കത്ത് ശങ്കരനാരായണന്റെ മകൻ ശ്രീകാന്ത് ആണെങ്കിലും. നിങ്ങൾക്കിനി അധികകാലം ഇങ്ങനെ ആനന്ദിക്കാൻ കഴിയില്ല. ഈ വീട്ടിൽ അച്ഛന്റെ മുന്നിൽ നിങ്ങൾ തൊലി ഉരിഞ്ഞു നിൽക്കുന്നത് എനിക്ക് ഇപ്പോഴേ കാണാം. അതിനി അധികം നാളുകളില്ല. നീയായിട്ട് ഇനി ഒന്നും പറയാൻ പോകുന്നില്ല. പറഞ്ഞാ എന്താ സംഭവിക്കാന്ന് നിനക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട്. എനിക്ക് ഒന്ന് പുറത്തേക്ക് പോകണം. നീ എന്താ വേറെ പതിവില്ലാതെ കാറൊക്കെ കഴിയുന്ന? ഒന്നുമില്ലമ്മേ, കുറെ നാളായി പൊടി പിടിച്ച് കിടക്കുന്നതല്ലേ. പിന്നെ ഇനി ഓഫീസിലേക്ക് ഇതില് പോകാന്ന് കരുതി. അത് നന്നായി. എന്നാലും നീ മെനക്കെടുണ്ടായിരുന്നു. വാഷ് ചെയ്യാൻ കൊടുത്താ പോരായിരുന്നോ? രാവിലെ അമ്പലത്തിൽ പോയതാ. നിന്റെ പേരിൽ പുഷ്പാഞ്ജലി കഴിച്ചു. ദാ പ്രസാദം. അമ്മേ, ഞാൻ കുളിച്ചില്ല. അകത്ത് വെച്ചിരുന്നാ മതി. അവക്കിപ്പോ നല്ല മാറ്റമുണ്ട് അല്ലേ ശങ്കരേട്ടാ? ആ, അവളുടെ കാര്യമല്ലേ. എന്താ ഏതാ ഉള്ളിലുള്ളതെന്ന് ആർക്കറിയാം. നീ ഒരു ചായ എടുക്ക്. വാസു സാറല്ലേ? ഉണ്ട്, ഇപ്പൊ വിളിക്കാം. എന്താ പറ്റിയത്? ഇൻഫർമേഷൻ ഒക്കെ കറക്റ്റ് ആയിരുന്നു. ഞാൻ അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് എത്തിയതുവാ. പക്ഷെ നായയുടെ ജമ്മു അല്ലേ. ഞാൻ അടുത്തെത്തും മുമ്പ് അപകട മണത്ത് പുറത്തേക്ക് രക്ഷപ്പെടാൻ നോക്കി. ഞാൻ പുറകെ പിടിച്ചു. ഒരു സ്ഥലത്ത് വെച്ച് വണ്ടി ഇടിച്ച് വീഴ്ത്തിയതുവാ. അവൻ അവിടെ നിന്ന് മരങ്ങൾക്കിടയിലൂടെ ഓടി. ഷൂട്ട് ചെയ്യായിരുന്നില്ലേ? ചെയ്തു. വെടി കൊണ്ടിട്ടുണ്ട്. അവന്റെ ശബ്ദം ഞാൻ വ്യക്തമായി കേട്ടതാ. എന്നിട്ട് രക്ഷപ്പെട്ടവൻ ഒരു നായ പോലെ പെട്ടെന്ന് കാണാതായി. എന്ത്? അതേന്നെ, വെടികൊണ്ട് അവൻ വീഴുന്നത് ഞാൻ കണ്ടതാ. പിന്നെ പരിസരത്തൊന്നും ആളില്ല. അവിടെ മുഴുവൻ നോക്കിയെന്നേ. പിന്നെ ഇരുട്ടല്ലേ, ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ നല്ല പൊട്ടക്കിണർ മറ്റോ ഉണ്ടായിരുന്നോ? അറിയില്ല. ചിലപ്പോ വെടികെട്ടിയിട്ട് അതിന്റെ ഉള്ളിലെങ്ങാനും വീണതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും അവിടെ കിടക്കണ്ടേ? വാസം വാ, നമുക്കിപ്പോ പോയി നോക്കാം. വേറെ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് നമുക്ക് അവനെ പോകാം. ആരെങ്കിലും വിളിക്കണം? ഏയ് വേണ്ട, നമ്മൾ രണ്ടുപേരുണ്ടല്ലോ, അത് മതി. സമയം കളഞ്ഞ വേഗം വാ. ശരി, എനിക്ക് റെഡിയാവാനൊന്നുമില്ല. വാ ജോണി. എന്താ സാർ? ആ ജീപ്പ് എടുത്തിടാം. അങ്ങോട്ട് പോയി നോക്കാം. വെടി ഏറ്റവും ഉറപ്പാണോ? 100% ഉറപ്പാ. അവന്റെ ശബ്ദം ഞാൻ കേട്ടതാ. ഇങ്ങോട്ട് നോക്കാം. എന്നാലും ഇത്ര അടുത്ത് കിട്ടിയിട്ടും താനവനെ വിട്ടു കളഞ്ഞല്ലോ വാസവ. കളഞ്ഞതല്ലടോ, കയ്യിൽ പോയതാ. ഇന്നല്ലെങ്കിൽ നാളെ അവനെ കിട്ടാതിരിക്കില്ല. ഇവിടുന്ന് അവന് മിസ്സായത്. ഇവിടെ എത്താറായപ്പോഴേക്കും ഞാൻ വെടിവെച്ചു. ഈ ഭാഗത്ത് എവിടെയോ അവൻ വീണു. പക്ഷെ ഞാൻ ഇവിടെ മൊത്തം നോക്കിയതാ, പിന്നെ കണ്ടില്ല. ചോരയല്ലേ ഇത്? പിടിച്ച് നോക്കിക്കേ. ഇറങ്ങിക്കോ, ഇറങ്ങണോ. വാസവ, താൻ പറഞ്ഞത് ശരിയാ. അവന് വെടിയേറ്റിട്ടുണ്ട്. പക്ഷെ ആരോ വന്ന് അവനെ രക്ഷിച്ചു കൊണ്ടുപോയിട്ടുമുണ്ട്. താനെന്താടാ ആലോചിക്കുന്നത്? കള്ളൻ കപ്പലിൽ തന്നെയാണോ എന്നൊരു സംശയം. നോക്കാം. താമ വീട്ടിലുണ്ടോ? ഇയാള് ദീപ്തിയോട് സംസാരിച്ചോ? ഇല്ല. ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് കുട്ടിക്കൊരു തോന്നലുണ്ടാവും. ആ തെറ്റിദ്ധാരണ മാറ്റണം. അതൊക്കെ നമുക്ക് നോക്കാം. മരിച്ച ദിവസം രാവിലെ മീറ്റ് ടു ചേട്ടാ, ഐ ആം ഗെറ്റിംഗ് ബോർഡ് വിത്ത് ദിസ് ഡാം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിരുന്നു.